ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മിനിയൻസിൻ്റെ ഒരു ചെറിയ ഡ്രോയിങ് ആണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ ഇട്ടേക്കാം. ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടുന്ന് ഏകദേശം ഇത്ര കണ്ടിട്ട് ഒരു ലൈൻ കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പുറ ഭാഗത്തും അതേപോലെ തന്നെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഈ ടോപ്പ് പോർഷൻ ഇതേപോലെ ഒന്ന് മുട്ടിക്കുക. താഴെ അത്ര കണ്ടല്ലാത്ത ഒരു റൗണ്ട് ഒന്ന് പരത്തി റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇതേപോലെ വരച്ചതിന് ശേഷം അതിൻ്റെ കണ്ണ് ഈ ഭാഗത്തായിട്ട് നമുക്കതിൻ്റെ കണ്ണ് വരയ്ക്കണം. അപ്പോൾ കണ്ണ് വരയ്ക്കുന്നതിന് മുന്നോടിയായിട്ട് ഇതിലേക്ക് ഇങ്ങനെ അല്പം ഈ സെൻട്രൽ ലൈനിലേക്ക് കയറ്റിയിട്ട് വേണം നിങ്ങളൊരു സർക്കിൾ വരയ്ക്കാൻ. ഇങ്ങനൊരു സർക്കിൾ വരയ്ക്കാം. അതേപോലെ തന്നെ ഈ ഭാഗത്തും വലതുവശത്തും ഇതേപോലെ തന്നെ ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പോൾ അതിന് നമുക്കൊരു ഡബിൾ ലൈൻ കൊടുക്കണം. അതിൻ്റെ അകത്തായിട്ടൊരു ലൈൻ ഇതേപോലെ അതിൻ്റെ അകത്തൊരു ലൈൻ കൊടുക്കണം. ഇതേപോലെ ഒരു ലൈൻ കൊടുത്തേക്കാം. ഇനി അടുത്തായിട്ട് വരയ്ക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ചുണ്ടിൻ്റെ പോർഷനാണ്. അപ്പോൾ ചുണ്ടിൻ്റെ പോർഷൻ വരയ്ക്കുന്നതിന് ഇങ്ങനൊരു ഷേപ്പ് ഇടുക. ഈ ഭാഗത്തേക്കും അതേപോലെ ഷേപ്പ് കൊണ്ടുപോവുക. എന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇതേപോലെ ഒരു ഷേപ്പിൽ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പല്ല് നമുക്ക് അടയാളപ്പെടുത്താം. അതുപോലെ താഴെയും 2 പല്ല് നമുക്ക് അടയാളപ്പെടുത്താം. ഓക്കെ, ഇനി അതിൻ്റെ ഡ്രസ്സിൻ്റെ ഭാഗമാണ്. അതായിട്ട് ഇവിടുന്ന് ചെരിച്ച് ഇതേപോലെ ഇത് നമുക്ക് വരയ്ക്കാം. അതിനൊരു ബട്ടൺസ് ഇടാം. അതേപോലെ ഈ ഭാഗത്തും ഇത്രയും മാറിയിട്ട് ഈ ഭാഗത്തും നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു അളവിൽ വരും, ഇവിടെയായിട്ട് വരും. അടയാളപ്പെടുത്താം. അവിടെയും ഒരു ബട്ടൺസ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ലൈനെ നമ്മൾ ഇതേപോലെ ഒന്ന് നേരെ ക്രോസ് ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, എന്നിട്ട് ഡ്രസ്സിൻ്റെ ഈ ഭാഗത്ത് താത്തി ഇതേപോലെ ഒന്ന് വരച്ച് മുട്ടിക്കാം. ഈ ഭാഗത്തും അതേ അളവിൽ തന്നെ നമുക്ക് വരയ്ക്കാൻ ശ്രമിക്കാം. ഇങ്ങനെ വരച്ച് മുട്ടിക്കാം. എന്നിട്ട് ഇത്രയും ഇവിടെയായിട്ട് ഒരു ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിങ്ങോട്ടും വരയ്ക്കുക. ഇതേപോലെ തന്നെ ഇങ്ങനെ വരയ്ക്കും. ഇനി അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അതിൻ്റെ ലെഗാണ്. അപ്പോൾ ലെഗ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയായിട്ട് ചെറിയൊരു ലെഗ് ഇതേപോലെ മാർക്ക് ചെയ്ത് കാണിക്കാം. ഇപ്പറയും അതേപോലെ തന്നെ വരയ്ക്കുക. അതിൻ്റെ ഷൂ ഇതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരത്തക്ക രീതിയിൽ അതിൻ്റെ ഷൂ അടയാളപ്പെടുത്താം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കൈകളാണ്. അപ്പോൾ കൈകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് നമ്മുടെ ആ ഒരു ഡ്രസ്സിൻ്റെ പോർഷൻ തുടങ്ങുന്ന അവിടെ നിന്ന് വേണം തുടങ്ങാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ കൈ അങ്ങനെ നമ്മൾ വരച്ചു. ഇനി അടുത്തത് ഈ ഭാഗത്തുള്ള കൈയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ കൈ നമുക്ക് അതിൻ്റെ ഗ്ലൗസ് വരുന്ന അല്പം വീതിയിൽ വേണം. അപ്പോൾ ഇങ്ങനെ അടയാളപ്പെടുത്താം. ഇനി ലാസ്റ്റ് അതിൻ്റെ വരയ്ക്കാൻ പോകുന്നത് ഇനി കണ്ണുകളും അതേപോലെ അതിൻ്റെ ഹെയറുമാണ്. അപ്പോൾ കണ്ണുകൾ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു സർക്കിൾ അതിൻ്റെ കൃഷ്ണമണി ഈ രീതിയിൽ വരച്ചു കൊടുക്കാം.
അതിൻ്റെ ഒരു കണ്ണിൻ്റെ ഒരു ലുക്കും അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഈ ഭാഗത്തായിട്ട് വരയ്ക്കാം. ഇനി അടുത്ത അതിൻ്റെ ഹെയറുകളാണ്. ഇതേപോലെ ചെറിയ ഹെയറുകൾ ഇട്ട് കൊടുക്കാം. നമ്മൾ അതേപോലെ അടുത്തായിട്ട് ഈ കണ്ണടയുടെ ഈ ബെൽറ്റിൻ്റെ ഈ ഫ്രെയിമിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ബോക്സ് പോലെ വരയ്ക്കാം കേട്ടോ, 2 സൈഡിലും. എന്നിട്ട് അതിൽ നിന്നൊരു വള്ളി ഇതേപോലെ ഒരു കണക്ഷൻ വരച്ചിട്ടേക്കാം. ഓക്കെ, ഇനി നമുക്കിതിനെ ഒരു കറുത്ത ബ്ലാക്ക് പേന കൊണ്ട് നമുക്കിതിനെ ഒന്ന് കളർ ചെയ്യാം. നമുക്കൊന്ന് ജസ്റ്റ് സ്കെച്ച് പേന കൊണ്ട് ഇതിൻ്റെ കളറൊന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ ബോഡി എല്ലാം യെല്ലോ കളറാണ്. ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഡ്രോയിങ് ഏകദേശം തീർന്നിരിക്കുകയാണ്. അപ്പോൾ മിനിയൻസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും തമ്പ് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.